ചേട്ടൻ ഉച്ചയ്ക്ക് വന്നപ്പോഴാവട്ടെ ആ ചാമ്പ മരത്തിൻ്റെ താഴെ ഫുള്ള് ചാമ്പയ്ക്ക കിളികൾ കൊത്തി പറക്കി ഇട്ടേക്കുന്നു. അതെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാനും പറ്റത്തില്ല. ബാക്കിയുള്ള ചാമ്പയ്ക്ക എല്ലാം ചീത്തയായി പൊത്തതേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും, ഒരു പാത്രം എടുത്തുകൊണ്ട് നമുക്കതെല്ലാം കുലുക്കി ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് രണ്ട് കുലുക്കി ഇട്ട് താഴെ താഴെ ഇൻ്റർലോക്കി വന്ന് വീഴുന്നതുകൊണ്ട് തന്നെ പൊട്ടിയായിരിക്കും വന്ന് വീഴുന്നത്. അല്ലെങ്കിൽ ആ മെറ്റിലി വീണാലും പൊട്ടിയേ വീഴത്തുള്ളൂ. ഞാൻ കൈ കൊണ്ടൊക്കെ പിടിക്കാൻ നോക്കുന്നു, പക്ഷെ പറ്റത്തില്ല ഗൈസ്. ആ സൈഡിൽ നിൽക്കുന്ന തെങ്ങുണ്ടാവും, അതിനകത്ത് നിറച്ച് നല്ല തേങ്ങ പിടിക്കും കേട്ടോ. നല്ലപോലെ വളം ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തേങ്ങ പിടിക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞ് തേങ്ങാ കൊലകളാണ്. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ എടുത്ത് പിച്ചി എടുക്കാം. അത്രയും താന്നാണ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് നടുവൊന്നും വയ്യ ഗൈസ്. ഞാനിങ്ങനെ കുനിഞ്ഞും കുമ്പിട്ടും ഒക്കെ പറക്കുന്നത്. എനിക്ക് നല്ലപോലെ ക്ഷീണമുണ്ട് ഗൈസ്. ഇരുന്നിരുന്ന് വേഗം ഉറച്ചു പോയി ഗൈസ്. 2-3 കുലുക്കിൽ നമുക്ക് ഇത്രയും ചാമ്പയ്ക്ക കിട്ടി. കുറേ ഉണ്ട്. ഞാൻ ഫേസ് കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മണിയുടെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അത് കേട്ടായിരുന്നു. അങ്ങനെ വേഗം ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് ചെന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് പോകുന്നത്. എനിക്കാണെങ്കിൽ കോല ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ മക്കൾക്ക് കൊടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മേടിക്കാറില്ല ഇപ്പം. പണ്ടൊക്കെ മേടിക്കുമായിരുന്നു. പണ്ടൊക്കെ എൻ്റെ അച്ഛനെ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് അച്ഛൻ എപ്പോഴും ഉത്സവപ്പറമ്പിലൊക്കെ വെച്ച് മേടിച്ച് തരുമായിരുന്നു. അങ്ങനെ ഞാനിത് മേടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും മൂത്തണ്ണൻ ചോദിച്ചാൽ എന്തുവാ അതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, അണ്ണ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അണ്ണനും വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനും മേടിച്ച് അണ്ണനും മേടിച്ച് ഇത്രയൊക്കെ ഉള്ളൂ. ഒരൊറ്റ ബൈക്ക്. സി യു.